ഈ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറയുന്നത് എ.കെ. ആൻ്റണിയുടെയും അതുപോലെ തന്നെ കരുണാകരൻ്റെയും മുഖമാണ്. ഏതൊരു കോൺഗ്രസ്സുകാരനും, ഒരു 50 വയസ്സിന് താഴെയുള്ള ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ നോക്കുന്ന ഒരു സാധാരണ വ്യക്തികൾക്കും മനസ്സിലാവുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ.കെ. ആൻ്റണിയോ കരുണാകരനായിരുന്നു ഒരു പരിധിവരെ കോൺഗ്രസ് എന്നുള്ള മുഖം. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എ.കെ. ആൻ്റണിയുമായിരുന്നു. ഇന്ന് നോക്കൂ, അവരുടെ രണ്ടുപേരുടെയും മക്കൾ ഇന്ന് BJP-യിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ പത്മജയാണെങ്കിലും അതുപോലെ തന്നെ അനിൽ ആൻ്റണിയൊക്കെ ആണെങ്കിലും ജനിച്ചു വളർന്നത് കോൺഗ്രസിൻ്റെ കൈപ്പത്തിയിലാണ്, അല്ലെങ്കിൽ ആ മടിത്തട്ടിലാണ്. അവരെ പോലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മറ്റുള്ളവർ വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. രണ്ട്, നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂരിനൊരു ചരിത്രമുണ്ട്. തൃശ്ശൂരിൻ്റെ ചരിത്രം അത് സാക്ഷാൽ കെ. കരുണാകരൻ 57-ലും അതുപോലെ തന്നെ 1996-ലും പാർലമെൻറ്റിലും തോറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ മുരളീധരനും തോറ്റിട്ടുണ്ട്, പത്മജയും തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് കരുണാകര കുടുംബത്തിൻ്റെ വാട്ടർലൂ ആവുമോ തൃശ്ശൂർ എന്നുള്ള ഒരു ചരിത്രപരമായ സംശയവും ഒരുപക്ഷെ സാധാരണ ജനങ്ങൾക്കുണ്ടാകാം. പക്ഷേ ഇതൊന്നുമല്ല, ഞാനിപ്പോൾ രാഷ്ട്രീയമായി ഇതൊന്നുമല്ല, ചരിത്രത്തിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ പുതിയ ജനറേഷൻ, പുതിയ കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളിലും കോൺഗ്രസിനെക്കാട്ടിലും പൊളിറ്റിക്കൽ ഡിസൈനിങ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിൽ BJP ഇന്ന് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയെക്കാളിലും മുന്നോട്ട് നിൽക്കുന്നു. ഇത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ഉണ്ടാക്കുമോ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമൊക്കെ വിടൂ. ഒരുപക്ഷേ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓളം ഉണ്ടാക്കാൻ, തിരഞ്ഞെടുപ്പിനെ ഒരു ജനങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ, പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം നൽകുവാനുള്ള ഒരു തരംഗം ഉണ്ടാക്കുവാനുള്ള എല്ലാ മാന്ത്രിക ചെപ്പുകളും അല്ലെങ്കിൽ മാന്ത്രിക വിദ്യകളും BJP പുറത്തെടുത്തിരിക്കുന്നു. അതാണ് മനസ്സിലാക്കുന്നത്. ആ സ്ട്രാറ്റജി പൊളിഞ്ഞു പോയോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. നമ്മൾ പറയില്ലേ, നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ മരത്തിൽ കാണും എന്നൊക്കെ, ആ രീതിയിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയോ? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഇത് തന്നെ ഞാൻ സത്യത്തിൽ അതൊരു വിജയമായാണ് കാണുന്നത്. കാരണം എല്ലാ MP-മാർക്കും സീറ്റ് കൊടുത്തു. എന്തുകൊണ്ടാണ് ശ്രീ പ്രതാപന് സീറ്റ് കൊടുക്കാഞ്ഞത്? അപ്പോൾ പ്രതാപന് സീറ്റ് കൊടുക്കാഞ്ഞത്, പ്രതാപനെക്കുറിച്ച് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് കോൺഗ്രസ് തന്നെ അംഗീകരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം പ്രതാപനെ കൊണ്ട് ശ്രീ സുരേഷ് ഗോപിയെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കില്ല. സുരേഷ് ഗോപിയുടെ വിജയത്തെ തടയാൻ പോയിട്ട് അതിൻ്റെ മുൻപിൽ നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അദ്ദേഹം എവിടെയൊക്കെ പോയി എന്തൊക്കെ പോയുള്ള ചരിത്രം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ചരിത്രം ഇത്തരത്തിൽ പാർലമെൻറ്റിൽ ശ്രീ കെ. മുരളീധരനെ കൊണ്ട് തടയുവാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ചരിത്രം മാറിയിരിക്കുന്നു. മുരളീധരൻ്റെ ഇമേജാണോ സുരേഷ് ഗോപിക്കുള്ളത്? സുരേഷ് ഗോപിയുടെ ഇമേജ് എന്ന് വെച്ചാൽ ഇന്ന് ഒരാൾ പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞു. അവിടുത്തെ സാധാരണ ജനങ്ങൾ, BJP-ക്കാർ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അണികൾ പോലും, അവരുടെ കുടുംബാംഗങ്ങൾ പോലും ഇന്ന് സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. അതല്ലേ സത്യം? അതുകൊണ്ട് ഭയന്നിട്ടല്ലേ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഭയന്ന് ഈ കോൺഗ്രസിന് സ്വന്തം സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടിയിരിക്കുന്നു. പോസ്റ്റർ പൊട്ടിച്ചാണല്ലോ, ബാക്കി എല്ലാ MP-മാർക്കും സീറ്റ് കൊടുത്തല്ലോ. അപ്പോൾ ഭയന്നിരിക്കുന്നു കോൺഗ്രസ്. ഭയന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, തോൽവി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സമ്മതിച്ചു കോൺഗ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.